ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃഭൃത്യന്മാർക്കും ദൂരത്തും ചാരത്തുമായി ഈ ഉച്ചഭാഷണയിലൂടെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ശാന്തമായി രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന ആദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തം ഇന്ന് രാത്രിയിൽ ഈ വേദിയിൽ നിൽക്കുവാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിളംബരത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ 2 ഡിസ്ട്രിക്റ്റുകൾക്കും ഇവിടെ അഭിഷിക്തമായി നേതൃത്വം നൽകുന്ന ഞാൻ പിതൃതുല്യം ആദരിക്കുന്ന ആദരണീയരായ ദൈവഭൃത്യന്മാർക്കും അവരോടൊപ്പം ഈ പ്രവർത്തനത്തിൻ്റെ വിവിധ മുഖങ്ങളിൽ ത്യാഗപൂർവം സേവനം ചെയ്യുന്ന അനുഗ്രഹീതരായ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഇത്തരുണത്തിൽ പ്രകാശിപ്പിക്കട്ടെ. വ്യക്തിപരമായി ഏറെ ആത്മബന്ധമുള്ള, ഏറെ ഇഴയെടുപ്പമുള്ള ബന്ധമുള്ള നിരവധി ദൈവഭൃത്യന്മാരുടെ മുഖങ്ങൾ ഞാനിന്ന് രാത്രിയിൽ ഈ സദസ്സിലും ഈ വേദിയിലുമായി കാണുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയായിരിക്കും. ആത്മനിറവ് പ്രാപിച്ച ദൈവജനം ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ തുടങ്ങട്ടെ. കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചലിച്ചുയരുന്ന രാത്രിയാണ്. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിന് നടുവിൽ ഏകാഗ്രത ഭഞ്ജിക്കപ്പെടാവുന്ന സാഹചര്യത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു പറ്റം ദൈവമക്കൾ തുറന്ന വചനം ഉയർത്തുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടേണ്ടതിന് എൻ്റെ മുൻപിൽ ഇരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവഭൃത്യന്മാരും ചുറ്റുമുള്ള കൃപ ലഭിച്ച ദൈവമക്കളും വലത് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ വായിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇത് കേവലം മിച്ചപ്പണം ചിലവഴിപ്പാൻ വെച്ച യോഗമല്ല. ഇത് പണത്തിന്റെ തള്ളിക്കയറ്റത്തിൽ ക്രമീകരിച്ച യോഗമല്ല. ഇന്ന് രാത്രിയിൽ സ്വർഗം തുറക്കുന്ന രാത്രിയാകണം. ജീവന്റെ പുസ്തകത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതി ചേർക്കണം. ഇരുട്ടിന്റെ ശക്തികൾ നുകം വെച്ച് നിത്യനാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിലെ ആത്മാക്കൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി വിടുവിക്കപ്പെടേണ്ടതിന് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നമ്മുടെ വായിൽ ഇന്ന് രാത്രി ആത്മീക അധികാരം വ്യാപരിക്കുന്നുണ്ട് എന്ന ബോധ്യമുള്ള പ്രിയപ്പെട്ടവരുടെ അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ ഇന്നു രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും പ്രാർത്ഥനയുടെ മറുപടിക്കായി സ്വർഗം കീറി ഇറങ്ങി വരുന്ന അവിടുത്തെ ബലമുള്ള കരം ഈ ഗ്രൗണ്ടിൽ ആത്മാക്കളുടെ വിടുതലിനായി ചലിച്ചുയരേണ്ടതിന് ശക്തനായ പരിശുദ്ധാത്മാവിന്റെ കനത്ത പ്രവാഹത്തിനായി ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ ആ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ആ കരങ്ങളിൽ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് ഇന്ന് രാത്രിയിൽ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ലോക ചരിത്രം കണ്ടിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ തികവുറ്റ കിടയറ്റ എത്ര കുഴിച്ചാലും ആശയത്തിന്റെ ഖനിതീരാത്ത അതിവിശിഷ്ട ഖനിഗർഭമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം ജീവിത പ്രമാണമാക്കി ഏറ്റെടുത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും വഴിതെറ്റുകയില്ല.
ഈ വചനം ജീവിത പ്രമാണമാക്കി ഏറ്റെടുത്തിട്ടുള്ള ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒരദൃശ്യ ശക്തികൾക്കും ഒരു പൈശാചിക വ്യാപാരങ്ങൾക്ക് കഴിയുകയില്ല. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ഓർത്തുകൊള്ളുക, നിനക്ക് വഴിതെറ്റുകയില്ല. നീ ചെല്ലേണ്ട ഇടത്ത് ചെല്ലേണ്ട സമയത്ത് ചെന്നിരിക്കും. നിത്യതയെ ചൂണ്ടിക്കാണിക്കുന്ന, നിത്യതയുടെ ദർശനം നൽകുന്ന ബൈനോക്കുലറാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ലോകത്തിന്റെ ഭാവി എവിടേക്ക്? പ്രകൃതിയുടെ താളക്രമങ്ങൾ അടിമുടി തകരുകയാണിവിടെ. മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുകയാണിവിടെ. മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലി തലതല്ലി കീറി ഇവിടെ ചോര ഒഴുകുകയാണ്. ശുഭകരമായ ഭാവിയല്ല, വേദനാജനകമായ ഭാവിയാണ് മനുഷ്യന്റെ കൺമുൻപിലുള്ളത്. ഒരു പ്രത്യേക ഉത്സവപ്പറമ്പിൽ മതമിളകുന്ന ആന പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ച് നിലത്തിട്ട് ചവിട്ടിക്കീറി നാലുപാടേക്കും വലിച്ചെറിഞ്ഞ് കോല വീളി നടത്തുന്നത് പോലെ നാം കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണ് മനുഷ്യ സമുദായത്തിന് നേരെ കൊലവിളി നടത്തുന്ന കറുത്ത ദിവസങ്ങൾ കൺമുൻപിലുണ്ട്. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു, വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് അടുക്കൽ വാതുക്കൽ തന്നെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിന്റെ 4-ാം അധ്യായം 17-ാമത് വാക്യം ഈ രാത്രിയിൽ വിചിന്തനത്തിന് ആധാരമായി ഇവിടെ വായിക്കുന്നു. ഉച്ചഭാഷണിയുടെ സഹായത്തോടുകൂടെ വായിച്ച് സഹായിക്കും. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം. ദാനിയേൽ പ്രവചനം 4-ന്റെ 17-ാമത് വാക്യം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ എളിയവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനം, വേദപുസ്തകത്തിലെ പ്രവചന സംഭവങ്ങളുടെ അതുല്യതയോർത്താൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. വേദപുസ്തകത്തിന്റെ സത്യനില, ഇതിന്റെ ആധികാരികത്വം, ഇതിന്റെ ദിവ്യാത്മ പ്രേരണ, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യന്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ സത്യനിലയും ആധികാരികത്വവും നിലകൊള്ളുന്നത് ഒരുപിടി തത്വങ്ങളിലല്ല, നിറവേറിക്കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറൽ കാത്തുകിടക്കുന്നതുമായ നിരവധി പ്രവചനങ്ങളിലാണ്. യേശുക്രിസ്തുവാണ് ഈ വിശുദ്ധ ബൈബിളിലെ പ്രവചനത്തിന്റെ കേന്ദ്രബിന്ദു. ഞാനും നിങ്ങളും ജനിച്ചതുപോലെയല്ല നാം പ്രസംഗിക്കുന്ന നസറേനായ യേശു പിറന്നത്. അവൻ പ്രവചിച്ചതുപോലെ ജനിച്ചവനാണ്. ആ പ്രവചനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വിശുദ്ധ ബൈബിൾ നിലകൊള്ളുന്നത്. അവൻ എവിടെ ജനിക്കും എന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, അവൾ ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അത് അബ്രഹാമിന്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്. അവളുടെ ജനനവേളയിൽ, ആ കുഞ്ഞിന്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറേണ്ടി വരുമെന്ന്. അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കേണ്ടി വരുമെന്ന്. അവർ മരിച്ചു കഴിഞ്ഞ് ഇവർ മടങ്ങി വന്ന നസ്രേത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. നസ്രേത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസ്രായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. 30-ാമത്തെ വയസ്സിൽ അവൻ യോർദാനിൽ സ്നാനമേൽക്കുവാൻ യോഹന്നാന്റെ കൈക്കീഴിലേക്ക് ഇറങ്ങി വരുമെന്ന്. അവനെ സ്നാനമേൽപ്പിക്കുമ്പോൾ ആത്മാവ് പ്രാവരൂപേണ അവന്റെ മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. അവൻ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, 5 അപ്പം കൊണ്ട് 5000ങ്ങൾക്ക് പോഷണം നൽകി, നന്മ സുവിശേഷിച്ച് നാടെങ്ങും സഞ്ചരിക്കുമെന്ന്. 33 തിരുവയസ്സെങ്കിൽ
30 വെള്ളിക്കാശിന്റെ തിളക്കത്തിൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്. എന്റെ യേശുവിനെ കൈകാലികൾ തുളയ്ക്കുന്ന ഒരു കൊലമരത്തിൽ, ഒരു വധയന്ത്രത്തിൽ തൂക്കുമെന്ന്. അവന്റെ മരണം കൊടും കള്ളന്മാരുടെ നടുവിലായിരിക്കുമെന്ന്. അവന്റെ മരണവേളയിൽ ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്. അവന്റെ മരണസമയം അവന്റെ ശത്രുക്കൾ അങ്കിക്കായി ചീട്ടിടേണ്ടി വരുമെന്ന്. അവന്റെ മരണവേളയിൽ അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിക്കേണ്ടി വരികയില്ലെന്ന്. അവനെ ഒരു ധനവാന്റെ കല്ലറയ്ക്കകത്ത് അടക്കുമെന്ന്. എന്നാൽ കല്ലറയ്ക്കകത്ത് നിന്നും ദ്രവത്വത്തെ തോൽപ്പിച്ച് മരണത്തിന്റെ വിഷമുള്ളൊടിപ്പൊടിച്ച് ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ജയമെടുത്ത് കല്ലറയുടെ കവാടത്തിൽ കാവൽ നിന്ന കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറയിച്ച് എനിക്കും മരിക്കാൻ കഴിയാത്ത ശരീരത്തിൽ അവൻ ശക്തിയോടെ ഉയർക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്നിക്കരങ്ങൾ ഉയർത്തി അവൻ വാത്സല്യ ശിഷ്യന്മാരെ ആശീർവദിക്കും അളവിൽ സ്വർഗാരോഹണം ചെയ്യുമെന്ന്. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് അവൻ ആത്മാവിനെ പകരുമെന്ന്. എഴുതി വെച്ച പ്രവചനങ്ങൾ ചരിത്രത്തിൽ ഇന്നലെ നിറവേറി എങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് ശിരസുന്നമിപ്പിച്ച് ധൈര്യത്തോടെ പറയുന്നു, ഇന്നലത്തെ പ്രവചനം ചരിത്രത്തിൽ നിറവേറിയെങ്കിൽ നാളത്തെ പ്രവചനം കൃത്യമായി നിറവേറും. വള്ളിപ്പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരങ്ങൾക്ക് പോലും മാറ്റമില്ലാതെ ആ പ്രവചനം കൃത്യമായി നിറവേറും. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനം, അത് പ്രവചനങ്ങളുടെ കേന്ദ്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഈ പ്രവചനത്തിൽ യാഥാർത്ഥ്യമാണ്. 1-ാം അധ്യായത്തിൽ പ്രവാസ ചരിത്ര വർണ്ണനയാണ്. വളരെ ചുരുക്കമായി ഞാൻ നോട്ടപ്രദക്ഷിണം പോലെ പറഞ്ഞാൽ എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. 2-ാം അധ്യായം ചതുർവിധ ലോഹനിർമ്മിതമായ ബിംബദർശനമാണ്. തലതങ്കം കൊണ്ടും നെഞ്ചും കൈകളും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടുമുള്ള ഒരു മിശ്ര ബിംബത്തിന്റെ കാൽപാദത്തിലേക്ക് പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്നും പാറി ഇറങ്ങി വരുന്ന ഒരു കല്ലിന്റെ ഊക്കോടുകൂടി ആഘാതത്താൽ ബിംബം ധൂളിയായി വായുമണ്ഡലത്തിൽ പറക്കുകയും ബിംബത്തെ അടിച്ച കല്ല് ഒരു വലിയ പർവ്വതമായി മാറുകയും ചെയ്യുന്നു. ഈ കല്ല് ആരാണെന്ന് ജീവൻ പ്രാപിച്ച ദൈവമക്കൾക്കറിയാം. ലോകരാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് ചൂർണീകരിക്കുന്ന നിത്യതയുടെ കല്ലായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്ന രംഗമാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം ഒരു സ്വർണബിംബ ദർശനമാണ്. ദുരാസമഭൂമിയിൽ നിർത്തിയ ഒരു സ്വർണബിംബത്തിന്റെ ചിത്രം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം വിശിഷ്ടമായ ഒരു വൃക്ഷ ദർശനമാണ്. വേദപുസ്തകത്തിലെ 34 പ്രത്യേക ദർശനങ്ങളിൽപ്പെട്ട ഗൗരവമേറിയ ഒരു ദർശനമാണ് ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയിൽ വെളിപ്പെട്ട മെനെ മെനെ തെക്കേൽ ഫാർസി എന്ന ദൈവകോടതിയുടെ കയ്യെഴുത്താണ്. അവിടെ ദൈവത്തിന്റെ വീഥി നിറഞ്ഞു നിൽക്കുന്നു. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി. 12 അധ്യായങ്ങളിലും ദൈവം ന്യായാധിപനാണ് എന്ന് വ്യക്തമാകുകയാണ് കേട്ടോ. സ്വർഗത്തിന്റെ ഒരു കോണിൽ ചാരികസേരയിൽ ചാരിക്കിടന്ന് താമ്പൂല മിശ്രിതം വായിൽ കണ്ട് കട്ടിക്കൊണ്ടാടിയും വെച്ച് വായിൽ ഇങ്ങനെ കിടക്കുന്ന മുറുക്കാനും മുറുക്കി ചാരിക്കിടന്ന് ഉറങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കനല്ല ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവം. ഇത്രയും പ്രിയപ്പെട്ടവർ ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ നീതിയോടെ വിധിക്കുന്ന ഒരുവന്റെ ജഡ്ജിമെന്റ് സീറ്റ് ഇതിന് മുകളിൽ കത്തിജ്വലിക്കുന്നു എന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രി കണ്ണുയർത്തി നോക്കട്ടെ. പ്രപഞ്ച ചക്രവർത്തിയുടെ സ്വർഗീയ കോടതി, അഖിലാണ്ട കോടതി ഇതിന് മുകളിൽ നിലനിൽക്കുന്നു. അവന്റെ കരം ഇന്ന് രാത്രിയും ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. അവന്റെ കരം ഈ രാത്രിയും ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ചലിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ന്യായവിധിയുടെ രംഗങ്ങളാണ് നിറയുന്നത്. 2-ാം അധ്യായത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മേലുള്ള ന്യായവിധിയുടെ ചിത്രമാണ്. 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന്മേലുള്ള ന്യായവിധിയുടെ വിശദീകരണങ്ങൾ. 4-ാം അധ്യായം ഒരു പ്രത്യേക വൃക്ഷ ദർശനത്തിലൂടെ ദൈവം ന്യായാധിപനാണെന്ന് തെളിയിക്കുന്നു. 5-ാം അധ്യായം ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയിൽ ദൈവം വിധികർത്താവ് എന്ന് വ്യക്തമാക്കുന്നു. ഇനി 7-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കൂ. കടലലകൾ തിരമാലകൾ ഇരമ്പി മറയുമ്പോൾ ദംഷ്ട്രശേഷിയോടെ കരയിലോട്ട് കയറി വരുന്ന 4 വന്യമൃഗങ്ങൾ. ലോക ചരിത്ര നാടകവേദിയിൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോകേണ്ട 4 മഹാസാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമനങ്ങൾ. അവിടെയും ദൈവം ന്യായാധിപൻ എന്ന് വ്യക്തമാകുന്നു.
8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ, രണ്ട് ജീവികളുടെ രംഗപ്രവേശനമാണ്. വെളിപ്പെടുവാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനവും വ്യക്തമാക്കുന്നു. അവിടെയും ദൈവം ന്യായാധിപൻ എന്ന ചിത്രം നിറഞ്ഞു നിൽക്കുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളാണ്. 10-ാം അധ്യായം മേഘമുടുത്ത ശക്തനായ ഒരു ദിവ്യ ദൂതന്റെ ദർശനമാണ്. 11-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ്. 12-ാം അധ്യായം ഈ പുസ്തകം മുദ്രയിടാൻ ഉള്ള മുന്നറിയിപ്പാണ്. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേലിനെ അന്ത്യയാത്ര അയക്കുന്നതും ഇന്ന് ഇറാനിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ പുരാതന ഭക്തനും പ്രവാചകനുമായ ദാനിയേലിന്റെ കല്ലറ മാർബിൾ ഫലകങ്ങളാൽ മൂടി കാണാവുന്നതാണ്. ഈ വേദപുസ്തക പ്രവചനങ്ങളിൽ ദാനിയേൽ പ്രവചനത്തിലെ ഏറ്റവും പ്രസക്തമായ 4-ാം അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ രാത്രിയിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നത്. നെബൂഖദ്നേസർ, നെബോണിദസ്, ബെൽസസർ, എവിൽ മെരോദേഖ് എന്നിത്യാദി രാജാക്കന്മാരാൽ 7 പതിറ്റാണ്ടുകൾ തുംഗപ്രതാപത്തോടെ ഭരിച്ച ബാബിലോണിയ ഭരണത്തിന്റെ ശിരോസ്ഥാനത്ത് തങ്ക തുല്യമായി വെട്ടിത്തിളങ്ങിയ നെബൂഖദ്നേസർ രാജാവ് ഒരു ഭ്രാന്തനെ പോലെ, കാളയെപ്പോലെ പുല്ല് തിന്ന രംഗത്തിന്റെ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് ഒരു വൃക്ഷ ദർശനമാണ് 4-ാം അധ്യായത്തിലെ പ്രധാന ഇതിവൃത്തം. അതിൽ ആ രംഗത്തിന് പശ്ചാത്തലമൊരുക്കിക്കൊണ്ട് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറയുന്ന 15 കൂട്ടം കാര്യങ്ങൾ, സമയ ചുരുക്കം കൊണ്ട് 1-2 കാര്യങ്ങൾ തൊട്ടുണർത്തി അവസാനിപ്പിക്കാം. അവിടെ വിളിച്ചു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്താണ് ഈ വിധിയുടെ പുറകിൽ ചലിച്ചതെന്നറിയാമോ? ഈ വിധിയുടെ പുറകിൽ ചലിച്ചത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. അത്യുന്നതനായവൻ മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ വാഴുകയും തനിക്ക് ബോധിച്ചവന് അത് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടെ ഇരിക്കുന്നവർ അറിവോളം ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു എന്ന് പറഞ്ഞാൽ ഇക്കാണുന്ന ദൃശ്യ, രാഷ്ട്രീയ, സാമുദായിക, ഭൗതിക വ്യവസ്ഥിതികൾക്ക് പുറകിൽ നാം അറിയാത്ത ഒരു ജുഡീഷ്യറി അതിന്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ശ്രോതാക്കളുടെ ശ്രദ്ധയെ ഞാൻ ഒരു കോടതി രംഗത്തേക്ക് ക്ഷണിക്കുകയാണ്, ഒരു ജുഡീഷ്യറിയുടെ മേഖലയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ വിധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഈ വിധി ദൂതന്മാരുടെ നിർണയമാണ്, കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയാണ്. ദൂതന്മാരുടെ നിർണയം എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൂലാർത്ഥത്തിൽ നിന്ന് പഠിച്ചാൽ വാച്ചേഴ്സ്, ഹോളി വാച്ചേഴ്സിന്റെ ഡിക്രി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹോളി വാച്ചേഴ്സ് ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്റെ മുൻപിലിരിക്കുന്ന ശ്രോതാക്കളെ, ആരാണ് ഈ ഹോളി വാച്ചേഴ്സ്? നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾ കളന്നു കുറിക്കാൻ കഴിയാത്ത ഒരദൃശ്യ ലോകം ഇതിന്റെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ, എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരല്ലേ നിങ്ങൾ? മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾച്ചിത്രമെടുക്കുന്ന എക്സ്റേ റൈസുകൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അൾട്രാവയലറ്റ് റൈസുകൾ, ഇൻഫ്രാറെഡ് റൈസുകൾ, പ്രകൃതിയിൽ ചലിക്കുന്ന ശബ്ദചലനങ്ങൾ, വേഴ്സുകൾ, ഇതൊന്നും കാണാൻ നമ്മുടെ കണ്ണിന് ശക്തിയില്ല. കണ്ണിന് കാണാൻ കഴിയാത്ത, ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത പല പ്രതിഭാസങ്ങളും അന്തരീക്ഷത്തിലുണ്ടെങ്കിലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അവയെ അളക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിരീക്ഷകരായ ഇവിടുത്തെ ചില പ്രത്യേക നിരീശ്വര ബുദ്ധികൾ പറയുന്നു, കാണുന്നതിന് മാത്രമേ ആസ്തിക്യമുള്ളൂ. എന്നാൽ ധന്യനായ പൗലോസ്ലീഹയോട് ചേർന്ന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അങ്ങനെയെങ്കിൽ കാണാൻ കഴിയാത്ത ഒരു മേഖല ഇതിന്റെ പുറകിലുണ്ട്. ഇതിനു മുൻപിൽ ആമേൻ പറഞ്ഞിട്ടുള്ളവരാണ് ലോകത്തിലെ ഉന്നതന്മാർ. നിങ്ങൾക്കറിയാമോ, ലോക ചരിത്രത്തെ കിടുകിട വെറുപ്പിച്ച ശക്തനായ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ അക്ര, മോറിയ, ബദേസ, സിയോൻ, ഗിൽബോവ, സെയീർ ഈ മലമടക്കുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജെറുസലേം ദൈവാലയത്തിന്റെ താഴ്ഭാഗത്തെ സമതലത്തിൽ മെഗിദ്ദോ എന്ന മേഖലയിൽ പലസ്തീൻ ആക്രമിക്കുന്നതിന് മുൻപ് ഈജിപ്റ്റ് ആക്രമിപ്പാൻ കടന്നുപോകാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് വിശ്രമിക്കും അളവിൽ
അവിടുത്തെ മഹാപുരോഹിതനായ യാദവയ്ക്ക് മുൻപിൽ ഒരു ദർശനമുണ്ടായപ്പോൾ നാം പുസ്തകത്തിൽ വ്യവഹരിക്കുന്ന പടിഞ്ഞാറ് നിന്ന് സർവഭൂതലത്തിലൂടെ കൈതൊടാതെ കടന്നു വരുന്ന ആട്ടുകൊറ്റൻ ഇതാ നിന്റെ കൺമുൻപിലെത്തിക്കഴിഞ്ഞു. നീ രാവിലെ വെള്ളിച്ചെണ്ടകളടിച്ച് പാട്ടുപാടി ഗാനാലാപങ്ങളോടുകൂടെ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ദേവാലയത്തിന്റെ മുൻപിലിരുത്തി. നമ്മുടെ പുസ്തകത്തിൽ അവന്റെ അപ്പനും അവന്റെ വല്യപ്പനും അവന്റെ അപ്പൂപ്പനും പിറക്കും മുൻപ് അവന്റെ ഭാവി എഴുതി വെച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാൽ ആക്രമിക്കാതെ വിട്ടുമാറും. കുഞ്ഞികൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന ഒരു എഴുത്തുകാരന്റെ മലയാള ചരിത്രഭാഗത്ത് വിശദീകരിക്കുന്ന കൊട്ടേഷൻ എടുത്തിയാൽ ഉദ്ധരിച്ചാൽ രാവിലെ സമയം പാട്ടുപാടിക്കൊണ്ട് ഒരു ഗായക സംഘം മഹാപുരോഹിതന്റെ നേതൃത്വത്തിൽ നേരെ ഈ താഴ്വരയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഭൂഖണ്ഡങ്ങളെ വഹിക്കുന്ന അടിത്തറ അതാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ. ഏത് ഉൽക്ക പതനത്താൽ ഒരിക്കൽ പൊട്ടിപ്പോയ ടെക്ടോണിക് പ്ലേറ്റുകൾ പൊട്ടി കഷണങ്ങളായി കിടക്കുന്നു. അതിനു മുകളിലാണ് ഭൂഖണ്ഡങ്ങൾ നിലകൊള്ളുന്നത്. ആ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിച്ചു നീങ്ങുകയും ഒന്നിന്റെ മുകളിൽ ഇന്റർലോക്ക് ആകുന്ന വേളയിൽ ഒന്നിനോട് ഉരസി അടുക്കുന്ന വേളയിൽ ഉയരുന്ന മർദ്ദമാണ് ഇവിടുത്തെ ഭൂകമ്പം. ഇത് ശാസ്ത്രത്തിന്റെ വിശദീകരണം. എന്നാൽ കൃപ പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഒരു കാര്യം വചനപ്രകാരം ഉറപ്പിച്ചു വിശ്വസിക്കുന്നു: എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാതെ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകില്ല. എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാതെ ഇവിടെ ഒരു സുനാമി ഉയരില്ല. എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാതെ ഇവിടെ സൈക്ലോൺ അടിച്ചിറങ്ങില്ല. കാരണം ദൈവമാക്കിയ ദൂതന്മാർ ഈ പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ തെളിവുകൾ നിങ്ങളുടെ മുൻപിലേക്കൊന്ന് നിരത്തി വേഗം ഞാൻ അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 29:6 വാക്യം, നാഹൂമിന്റെ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം, പെട്ടെന്ന് വായിച്ചിട്ട് വെളിപ്പാട് പുസ്തകം 7-ന്റെ 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 16-ന്റെ 5-ാം വാക്യം. ദൈവദൂതന്മാർക്ക് പ്രപഞ്ചത്തിന്മേലുള്ള അധികാരം എന്ത്? അത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഗ്രഹിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടോ? ഭൂകമ്പത്തിന്റെ കാരണമെന്ത്? സൂപ്പർ സൈക്ലോണിന്റെ കാരണമെന്ത്? കൊടുങ്കാറ്റിന്റെ കാരണമെന്ത്? സുനാമി ദുരന്തത്തിന്റെ കാരണമെന്ത്? ബൈബിൾ എന്ത് പറയുന്നു? വെളിപ്പാട് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 29-ന്റെ 6-ാം വാക്യം വേഗം. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമായി ദഹിപ്പിക്കുന്ന അഗ്നിജാലയും. ശ്രദ്ധിക്കണം. ഇടിമുഴക്കം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല. വായിച്ചാട്ടെ. അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. ഇന്ന് രാത്രി എന്നെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. ഭൂകമ്പം 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. ഏതാണ്ട് 30,000-40,000 പേർ മണ്ണോട് മണ്ണ് മാറി. അതിന്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന്, ഗോവയെ കടന്ന്, കർണാടകയെ കടന്ന് ആലപ്പുഴ തീരം വരെ എത്തി. അവിടെ നിന്ന് ഇടുക്കി മൈനാവ് മേഖലയെത്തി. ആ മേഖല ഭൂകമ്പ ബാധിത മേഖലയായി മാറി. മുല്ലപ്പെരിയാർ ദുരന്തം 5 ജില്ലകളിലെ 58 ലക്ഷം പേർക്ക് ശവക്കുഴി തോണ്ടുമെന്ന മുന്നറിയിപ്പോടെ മനുഷ്യൻ ഭയപ്പെടുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനം ഉറപ്പായി വിശ്വസിക്കുന്നു, കുഞ്ഞാടിന്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണിൽ നിന്ന് മാറാതെ എന്റെ ദൈവം ഈ പ്രകൃതിയുടെ മേൽ കരം അനുവദിക്കില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ ഭൂകമ്പം, ഈ കൊടുങ്കാറ്റ്, അതിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? ദൈവത്താൽ സന്ദർശിക്കപ്പെടുന്ന രംഗം. നാഹൂമിന്റെ പ്രവചനം 1-3 വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചു വിട്ടെ. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അടുത്ത വാക്യം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. വായിച്ചാട്ടെ. മേഘം അവന്റെ കാൽ കീഴിലെ പൊടിയാകുന്നു. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? എന്റെ ദൈവത്തിന്റെ വഴി സൂപ്പർ സൈക്ലോണിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എന്റെ ദൈവത്തിന്റെ വഴി കൊടുങ്കാറ്റിലുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലെ, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ച് എന്തുമാകുമെന്ന് വിചാരിക്കുന്ന ഒരു അഗതികളുടെ സംഘമാണ് കുഞ്ഞാടിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ എന്റെ ദൈവത്തിന്റെ കരം ഉയർന്നാൽ സർക്കാരിന്റെ കരങ്ങളിൽ പോലും ഇത് നിൽക്കാത്ത വിധത്തിൽ അവന്റെ കരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്നു. സാധാരണ കരമല്ല, ദൈവത്തിന്റെ ദൂതന്മാർ ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഭൂകമ്പത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം,
സൈക്ലോണിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ദൂതന്മാർ ഇതിനെ നിയന്ത്രിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7:1-2 വാക്യം, 16:5 2 വാക്യം ഒന്ന് വായിച്ചു വിട്ടാട്ടെ. അപ്പോൾ മനസ്സിലാകും ഈ വാക്യത്തിൽ ദൂതന്മാരുടെ പ്രസക്തി. വായിച്ചാട്ടെ. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇങ്ങനെ പറയുന്നത് ഈ ഞാൻ രാത്രി കേട്ടു. അവർക്ക് കടൽ ഇരമ്പി ഉയർന്ന് കരയെ നക്കിത്തുടയ്ക്കാൻ അടുക്കുമ്പോൾ ജലാധിപതിയായ ദൂതൻ ഉണ്ടെങ്കിൽ ആ ദൂതന്റെ കരം അനുവദിക്കാതെ കടൽ കരയെ വിഴുങ്ങത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഓർക്ക് ജലാധിപതിയായ ദൂതൻ. 7:1-2 വാക്യങ്ങൾ. 7:1-2 വാക്യങ്ങൾ. വെളിപ്പാട് 7:1-2. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട്. ഇന്ന് രാത്രി കൂടുതൽ വായിപ്പിക്കുന്നില്ല, സമയത്തിന് ചുരുക്കം കൊണ്ട്. കാറ്റ് പിടിച്ചു നിർത്തുന്ന ദൂതന്മാർ, സൂര്യനിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന ദൂതന്മാർ, സമുദ്ര ജലത്തെ നിയന്ത്രിക്കുന്ന ദൂതന്മാർ. ശ്രദ്ധിച്ചു കേൾക്കണേ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ച ശക്തികളെ എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ നിയന്ത്രിക്കുന്നു. ഇത് വായിച്ച വാക്യവുമായി കൂട്ടിച്ചേർത്ത് ചിന്തിക്കുക. സ്വർഗത്തിന്റെ ഡിക്രി മേഖലയിൽ ആ ജുഡീഷ്യറി ഒരു വിധി കൽപ്പിക്കാൻ അവസരമുണ്ടാകുമ്പോൾ നിരീക്ഷകരായ ദൈവത്തിന്റെ ദൂതന്മാർ ഭൂവിഭാഗങ്ങളെ നിരീക്ഷണം ചെയ്യുകയും ഇവിടെ നടക്കുന്ന വിഷയത്തിന് മുൻപിൽ സ്വർഗത്തിന്റെ കോടതിക്ക് മുൻപിൽ റിപ്പോർട്ട് കൊടുക്കുകയും ആ വിധി ഏറ്റെടുത്തുകൊണ്ട് ദൂതന്മാർ ഇവിടെ വിധി വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരം ഇവിടെ പുറകിൽ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇവിടെ നടന്ന ഓരോ സംഭവങ്ങളെയും നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. ദൈവകരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു ഇമെയിൽ ചിത്രം കണ്ട് ഞാൻ കരഞ്ഞു. ഇന്തോനേഷ്യയിലെ തെരുവിലാണ് രംഗം. 4 പേരുടെ തലവെട്ടി കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു വശത്ത് 2 സഹോദരിമാർ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് അവരുടെ തലവെട്ടി പിടിച്ചിരിക്കുമ്പോൾ ആ കഴുത്തിലൂടെ ചോര താഴെ കൊഴുകുകയാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, മറ്റേ വശത്ത് 2 സഹോദരന്മാർ 4 തലയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അവർ ഒരു മോപ്പിഡ് ബൈക്കിന്റെ പുറകിൽ ഒരു ചെറുപ്പക്കാരൻ പാതി എഴുന്നേറ്റ് നിൽക്കുകയാണ്. മറ്റെങ്ങുമല്ല, ഇന്തോനേഷ്യയിൽ ക്രൈസ്തവരെ ഒരെണ്ണത്തെ തറതൊടിപ്പിക്കാത്ത പോരാട്ടം. ഒരു ഡിസംബർ 24 ഒരൊറ്റ ക്രൈസ്തവനെ ഈ പ്രതലത്തിൽ കാണരുത് എന്ന് വിപ്ലവകാരികൾ ഉയർത്തിയ ഘോഷത്തിൽ സകലരെയും മലമുകളിലേക്ക് ഓടിച്ചു കയറ്റി. അവിടെയുള്ള അവരുടെ പ്രോഗ്രാമുകൾ നിയന്ത്രിക്കപ്പെട്ടു. ആ പ്രാണഭയത്തിൽ അനേക ക്രൈസ്തവർ മലമുകളിൽ ഓടിക്കയറി. അന്ന് രാത്രി ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും തമ്മിൽ മഹാസമുദ്രത്തിന്റെ അടിയിൽ ഒന്ന് ചേർന്നുരസി. ഇത് രണ്ടും ഇന്റർലോക്കായപ്പോൾ ഇന്തോനേഷ്യക്ക് സമീപം സുമാത്ര മേഖലയിൽ ഉയർന്ന കടൽ ഭൂകമ്പത്തിൽ കടൽ 700-800 അടി ഇരമ്പി മുകളിലേക്ക് ഉയർന്നു. ആദ്യം ഉൾവലിഞ്ഞ കടൽ അതിഘോരമായി കരയെ നക്കിത്തുടച്ചപ്പോൾ ഭക്തന്മാരുടെ കഴുത്ത് വെട്ടി നൃത്തം ചെയ്ത സ്ഥലം ഇന്ന് സമുദ്രത്തിന് അടിയിൽ നിൽക്കുമ്പോൾ എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ഇതിന് പുറകിൽ ചലിച്ച കരം ഏത്? മനുഷ്യന്റെ കരമല്ല, എന്റെ ദൈവത്തിന്റെ കരം തന്നെ ഇതിന് പുറകിൽ ചലിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, എയ്ഡ്സ് ചരിത്രത്തിൽ ആദ്യം ഉത്ഭവിച്ച സ്ഥലം ഏതാണ്? 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ഹെയ്ത്തി എന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നത് വരെ അക്യൂഡോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നറിയപ്പെടുന്ന എയ്ഡ്സിനെ കുറിച്ച് ലോകം കാര്യമായി ഒന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് 81 ഇത് കിട്ടിയപ്പോൾ അന്വേഷണം തുടങ്ങി. അതോടെ മനസ്സിലായി, പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള കരീബിയൻ മേഖലയിലെ കേരളത്തിന്റെ സസ്യശ്യാമളമായ അന്തരീക്ഷം പുലർത്തുന്ന ആ മണ്ണിൽ നിന്നാണ് ഇതുണ്ടായതെന്ന്. 80കളിൽ ആ മണ്ണിന്റെ സംസ്കാരം ലൈംഗിക അരാജകത്വവും ദുർമന്ത്രവാദവുമായിരുന്നെങ്കിൽ 82കളിൽ ഈ മ്ലേച്ഛരോഗം അവിടെ ആളിപ്പടർന്നെങ്കിൽ കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്ക് പുറകിൽ ഞാനും നിങ്ങളും ഒരു രാത്രി ഗാഠനിദ്രയിലായപ്പോൾ എന്റെ ദൈവം ഹെയ്ത്തിയെ ഒന്ന് പിടിച്ചു കുലുക്കി
60,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഹെയ്ത്തിയെ, നിന്നിൽ പാപമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ സ്വർഗത്തിന്റെ തീ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു, അത്യുന്നതനായവൻ മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു. ഇതിന്റെ പുറത്ത് എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട കുഷ്ഠരോഗികളുടെ വ്രണം വെച്ച് കെട്ടി അവർക്ക് ബലഹീനതയിൽ ആശ്വാസം പകർന്ന ഗ്രഹാം സ്റ്റെയിൽസും പിഞ്ചു കുഞ്ഞുങ്ങളും കിടന്നുറങ്ങി ഇടത്തോട്ട് കടന്നു എന്ന് ആ ജീപ്പിലേക്ക് എണ്ണയോടെ തൊഴിച്ച് പ്രാണരക്ഷാർത്ഥം പിഞ്ചു കുഞ്ഞുങ്ങളെ നെഞ്ചിൽ വാരിയിട്ട് പുറത്തിറങ്ങാൻ നേരം വീണ്ടും അകത്തോട്ട് കുത്തിമലത്തി എണ്ണയിൽ കത്തിച്ചപ്പോ ചോദിക്കാനും പറയാനും ആളില്ലെന്നാ ഓർത്തത്. എന്നാൽ അധികം താമസിക്കാതെ അവരുടെ കരിക്കട്ടയ്ക്ക് തുല്യമായ ശരീരം ആ കുഗ്രാമത്തിലെ കുഴിക്കകത്തടങ്ങിയപ്പോൾ കൈകാര്യം ചെയ്യാൻ ആളില്ലായിരുന്നെങ്കിലും എന്റെ ദൈവം പ്രകൃതിയുടെ പുറകിൽ അവന്റെ കരമുയർത്തിയ വേളയിൽ ആ മണ്ണിനെ ന്യായവിധി നക്കിത്തുടച്ചപ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കണ്ണുയർത്തി നോക്ക്. ഇവിടെ ഇരുന്ന് രാത്രി കണ്ണുയർത്തിക്കൊണ്ട് ഇങ്ങനെ പറ, ഇതാ അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാണുകൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യക്ക് തന്നെയല്ല, അത് അമേരിക്കയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾക്കറിയാമോ, ആണോടാണ് അവലക്ഷണമായി പെരുമാറുന്ന സോദോമ്യ പാപം ഇന്ന് മ്ലേച്ഛതയല്ല, മതങ്ങൾ പോലും അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ ദൈവത്തിന്റെ ന്യായവിധി സൊദോമിന്റെ മണ്ണിലേക്ക് കത്തിയിറങ്ങാൻ കാരണം ഈ ലെസ്ബിയൻ ഗേ മ്ലേച്ഛതയാണ്. ഇതിന്റെ പുറകിൽ ദൈവകരം ചലിക്കാതിരിക്കില്ല. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, 10 ലക്ഷം പേർ മാത്രം ഉണ്ടായിരുന്ന അമേരിക്കയിലെ പ്രത്യേക മേഖലയിൽ മിസസിപ്പി നദി ഒഴുകുന്ന ഹോലിയൻ മണ്ണ് നിങ്ങളിൽ പലർക്കും സുപരിചിതമാകാം. അവിടുത്തെ പട്ടണ മേയർ ഒരു ഗേ ആയിരുന്നു, സ്വവർഗഭോഗി. അയാൾക്കൊരു പദ്ധതി താല്പര്യം, പട്ടണത്തിന്റെ ഒരു പ്രത്യേക പ്രോഗ്രാം കടൽ തീരത്ത് നടത്തണം. അതും പൂർണ്ണ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ നൃത്തം ചവിട്ടുന്ന ഒരു പ്രോഗ്രാം കടൽ തീരത്ത് പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അതിന്റെ തലേ രാത്രി നഗ്നരായ സ്ത്രീകൾ ഫ്ലോട്ടിംഗ് കാസിനോകളിൽ തലയിൽ തൂവൽ വർത്ത് നൃത്തം ചവിട്ടിക്കൊണ്ട് അവിടുത്തെ ഹോട്ടലുകളും ബാറുകളും മ്ലേച്ഛതയുടെ അരങ്ങ് തകർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നടത്താനെന്ന പ്രോഗ്രാമിന്റെ തലേ രാത്രിയിൽ കട്രീന എന്ന ചുഴലിക്കൊടുങ്കാറ്റ് ആ മണ്ണിനെ നക്കിത്തുടച്ചപ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് കരം ഉയർത്തി കാണുക, ആത്മകണ്ണുകൾ കൊണ്ട് കാണുക. ഇതിന് പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, എന്റെ ദൈവത്തിന്റെ കരമാണ്. ആ കരത്തെ തടയാൻ ഇവിടെ ഒരു ശക്തിക്ക് സാധ്യമല്ല. സൂപ്പർ സൈക്ലോണിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടോ? നിങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ തെളിവുകൾ നോക്കുക. ഇയ്യോബിന്റെ പുസ്തകം 37:9, 12, 13 ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ കട്രീന, റീത്ത, വിൽമ കൊടുങ്കാറ്റുകൾ പല മേഖലകളെ നക്കിത്തുടയ്ക്കുമ്പോൾ സൂപ്പർ സൈക്ലോണിന്റെ ഉത്ഭവത്തിന് കാരണമെന്ത്? ഇതിന്റെ പുറകിൽ ആജ്ഞ കൊടുക്കുന്നത് ആര്? ഇതിന്റെ പുറകിൽ ഒപ്പിട്ടിരിക്കുന്ന കരം കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. ഇയ്യോബിന്റെ പുസ്തകം 37:9, 12, 13 വായിച്ചാട്ടെ. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും, എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കണേ, ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തര ദിക്കിൽ നിന്ന് കുളിരും വരുന്നു. ഉത്തര ദിക്കിൽ നിന്ന് കുളിരും വരുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും, അവൻ അവയോട്, പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട കർത്താവുമായ മഹാദൈവം അവയോട്, കൊടുങ്കാറ്റിനോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന്, ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവന്റെ നിർദ്ദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്ന എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു അഗതികളുടെ സംഘമാണ് യേശുവിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ഓർക്കരുത്. ഇതിന്റെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് സാധാരണ കരമല്ല. എന്റെ ദൈവം ആജ്ഞ കൊടുത്താൽ ആ ആജ്ഞ അനുസരിക്കാൻ ഈ പ്രപഞ്ച ശക്തികളുടെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, മാരക രോഗങ്ങൾ ഇവിടെ ആളിപ്പടരുകയാണ്. മനുഷ്യൻ പറയുന്നു, ദൈവത്തെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ തോൽപ്പിച്ചു? ഹരിത വിപ്ലവത്തിലൂടെ, ധവള വിപ്ലവത്തിലൂടെ തോൽപ്പിച്ചിരിക്കുന്നു.
മനുഷ്യ, നീ ദൈവത്തെ തോൽപ്പിച്ചിട്ടില്ല. എന്റെ ദൈവത്തിന്റെ വ്യവസ്ഥ നീ ലംഘിച്ചതോടെ കാറ്റു വിതച്ച് അധികം താമസിക്കാതെ കൊടുങ്കാറ്റ് പെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം മൃഗജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതതു തരം ബ്രീഡുകൾ വെച്ചിട്ട് പറഞ്ഞു, തമ്മിൽ വ്യത്യസ്തത ഉണ്ടാക്കരുത്, ജനിതക മാറ്റം വരുത്തരുത്. വിത്തിന്റെ ഘടന വെച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇതിന്റെയും അടിസ്ഥാന കോഡ് മാറ്റരുത്. എന്നാൽ ഹരിത വിപ്ലവത്തിലൂടെ എന്താ മനുഷ്യൻ ചെയ്തത്? ധവള വിപ്ലവത്തിലൂടെ എന്താ മനുഷ്യൻ ചെയ്തത്? നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത്, രണ്ടുവിധ മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത് എന്ന ലേവ്യ പ്രമാണം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇതിന്റെ രണ്ടും അടിത്തറ ലംഘിച്ചുകൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ മനുഷ്യൻ കണ്ടെത്തി. പക്ഷേ സംഭവിച്ചത് എന്തെന്നറിയാമോ? മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയുടെ അടിത്തറ തകർന്നു. നിങ്ങൾക്കറിയാമോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഒരു കാലത്ത് അടിച്ച് പുറത്താക്കിയ 29ലധികം മാരക രോഗങ്ങൾ മനുഷ്യ സമുദായത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. 2012 ആരംഭ സമയത്തുള്ള ഒരു പ്രധാന റിപ്പോർട്ട് ഇതാണ്. 2013 ഡിസംബറിൽ എത്തുമ്പോഴേക്കും ഹൃദ്രോഗികളെ പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ ഇവിടെ 1-ാം നമ്പർ കുലയാളിയായി മാറും. കുടൽ ക്യാൻസർ, ത്വക്ക് ക്യാൻസർ ഇവിടെ കുതിച്ചുയരുകയാണ്. നമുക്കറിയാം, 8 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുന്ന കോഴി, എന്നാൽ 3 മാസത്തിനുള്ളിൽ അഥവാ 45 ദിവസം കൊണ്ട് പോലും വേഗം വളർച്ചയിലെത്തിച്ച് 4.5 കിലോ ആക്കുന്ന ബ്രോയിലർ ചിക്കൻ, ഏറ്റവും കൂടുതൽ ഹോർമോണും ആന്റിബയോട്ടിക്കുകളും മീറ്റ് ഇൻഡസ്ട്രീസിന് വേണ്ടി ഗവൺമെന്റുകൾ ചിലവഴിക്കുമ്പോൾ അതിലൂടെ മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയുടെ അടിത്തറ തകർന്നുകൊണ്ട് മാരക രോഗം മനുഷ്യൻ വഹിച്ച് മുന്നേറുകയാണ്. ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പലതും വിഷലിപ്തമല്ലേ? എന്തിന്? രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ആ ചായപ്പൊടി പോലും വിഷലിപ്തമല്ലേ? കൊളുന്ത് നുള്ളുന്നതിന് മുൻപ് പാല് പോലെ അടിച്ചുപയോഗിക്കുന്ന പ്രത്യേകതരം വിഷലിപ്തമായ വസ്തുക്കൾ കൊണ്ട് കൊളുന്തിലെ ജീവികളുടെ കുത്തുമാറ്റുമ്പോൾ ആ സാധനങ്ങൾ കഴുകാതെ പായ്ക്ക് ചെയ്ത് പൊടിച്ച് റെഡിയാക്കി പാക്കറ്റിൽ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ആ ചായപ്പൊടി വിഷലിപ്തമായി എത്തുകയാണെന്ന് ഓർക്കണം. എന്തിന്? കഴിഞ്ഞ ദിവസം ചില ആളുകൾ കണ്ടത്തിന്റെ വശങ്ങളിൽ നടത്തിയ നിരീക്ഷണത്തിൽ നെല്ലിന്റെ വിത്തിനകത്ത് പാല് മുറ്റുന്ന സമയം കുത്തുന്ന ജീവികൾ ചത്തുവീഴുന്നു. ഫൊരിഡാന്റെ അമിത ഉപയോഗം നെല്ലിലെ വിത്തിനകത്തെ പാലിൽ പോലും കയറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇത് കഴിക്കുന്ന പശുവിന്റെ സ്ഥിതിയും പാലിന്റെ നിലയും എന്തായിരിക്കും? മാരക രോഗങ്ങൾ ആളിപ്പടരുകയാണ്. മുന്തിരിക്കുലയിൽ കാണുന്ന വെളുത്ത പാടുകൾ എന്താണെന്ന് നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പണ്ട് തളിക്കലായിരുന്നു കീടനാശിനിയെങ്കിൽ ഇന്ന് കുളിപ്പിക്കലാണെന്ന് ഓർക്കണം. അടുത്ത ഒരു മെഡിക്കൽ കോളേജിൽ ജനിച്ചു വീണിട്ട് അധികം താമസിക്കാതെ മരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ രക്തത്തിൽ DDT എങ്ങനെ അതവിടെ എത്തി? അമ്മ കുഞ്ഞ് ഗർഭാവസ്ഥയിലായപ്പോൾ കഴിച്ച ഭക്ഷണത്തിലൂടെ ഗർഭസ്ഥ ശിശു മരണത്തിലേക്ക് നീങ്ങി. എന്താ ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്? ഈ രാത്രി ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക എന്ന് വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഈപ്പിൽ കണ്ണുയർത്തി നോക്കട്ടെ. സംഭവം അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് അടുത്തു വരികയാണ്. പ്രകൃതിയുടെ താളം അടിമുടി തകരുന്നു. മാരക രോഗങ്ങൾ ഈ മണ്ണിൽ കൂട്ടമായി വർദ്ധിക്കുന്നു. ദൈവത്തിന്റെ ന്യായവിധി ഈ മണ്ണിൽ പെയ്തിറങ്ങാൻ തുടങ്ങുന്നു. എന്റെ ദൈവം ഇതിന്റെ പുറകിൽ തന്റെ കരം വിധിക്കായി ഉയർത്തുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചായുസിന്റെ ദിനങ്ങളിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിതം നയിക്കുവാൻ സ്വയം സമർപ്പിക്കേണ്ടതിന് ദൈവാത്മാവി രാത്രി വ്യക്തികളെ ക്ഷണിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി കാണുന്നു, സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാ. കൃപ പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഈ രാത്രി ജാഗരിക്കൂ. യേശുവിന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഏത് പ്രശ്നത്തിനും ഏക പരിഹാരമായി കാൽവറിയിലെ ക്രൂശ് ഇന്ന് രാത്രി ഇവിടെ ഉയർന്നു നിൽക്കുമ്പോൾ കഴുകുവാൻ യേശുവിന്റെ രക്തത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്.
ഇന്ന് രാത്രി എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ആത്മനിറവിൽ അല്പമിനിറ്റുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. എല്ലാ തരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. മനുഷ്യ സമുദായം അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ചരിത്രം അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് അടുക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് അധികം പോകില്ല. ഒരു ന്യായവിധിയിലേക്ക് ഈ മണ്ണ് അതിവേഗം പാഞ്ഞടുക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇതിന് മുഴുവൻ പരിഹാരത്തിനായി ഒരു രംഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതാണ് കാൽവറിയിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശ്. ആ കരങ്ങളൊന്ന് വീശി വീശി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. നിന്റെ കടുങ്കെട്ടു വീണ 1000 പ്രശ്നത്തിന് 1000 പരിഹാരമല്ല. നിന്റെ കടുങ്കെട്ടു വീണ 1000 പ്രശ്നത്തിന് ഏക പരിഹാരം കാൽവറിയിലെ ക്രൂശ്. ഒരു നിമിഷം ഒന്ന് ഒരുമിച്ച് എഴുന്നേറ്റാട്ടെ. ഒരു സെക്കൻഡ് ആരും ഈ ഗ്രൗണ്ട് വിടരുത്. ആ കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി അല്പമിനിറ്റുകൾ പ്രാർത്ഥനാ നിരതരാകുക. ഓരോ വായിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എന്റെ പിൻപിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരും എന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനവും അക്കരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ വായിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുക. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഈ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ കരത്തിന്റെ വിടുതലിനായി ചലിക്കുന്ന രാത്രിയാണ്. എന്റെ ദൈവം ഈ രാത്രി ഇതിന് മീതെ തന്റെ സിംഹാസനം ഇട്ടിരിക്കുന്ന രംഗം ആത്മാവിൽ കാണുന്ന പ്രിയപ്പെട്ടവർ ആ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസിംഹാസനത്തിന് മുൻപിൽ അല്പമിനിറ്റുകൾ മഹത്വമർപ്പിക്കുന്ന രാത്രിയാകട്ടെ. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇതിന്റെ പുറകിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പേർ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ദൂത സഞ്ചയങ്ങൾ ഇതിന് ചുറ്റും പറന്നിറങ്ങിയിരിക്കുന്ന കാഴ്ച ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ആ കരങ്ങൾ ഉയർത്തി അല്പമിനിറ്റുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രാത്രിയാകട്ടെ. ഒരു സത്യം ഈ രാത്രി എന്റെ കേൾവിക്കാരുടെ മുൻപിൽ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗ്രഹാം സ്റ്റെയിൽസിന്റെ ദുരന്തത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചിരുന്നുവെങ്കിൽ മയാമി മേഖല, മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമി മേഖലയെ കൊടുങ്കാറ്റ് അടിച്ചു തകർത്തപ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചുവെങ്കിൽ, എയ്ഡ്സിന്റെ ഉത്ഭവസ്ഥാനമായ ഹെയ്ത്തിയുടെ മേഖലയുടെ മേൽ വിധി പെയ്തിറങ്ങിയപ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചിരുന്നുവെങ്കിൽ, ഹോലിയൻ മേഖല മിസസിപ്പി നദി ഒഴുകുന്ന മണ്ണിൽ ന്യായവിധി പെയ്തിറങ്ങിയപ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചിരുന്നെങ്കിൽ, 2013 ആദ്യത്തെ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ഇതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അത് സാധാരണ കരമല്ല, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാണുകൊണ്ടിരിക്കുന്നു. കുഞ്ഞെ, നിന്റെ ജീവിതം എത്തി നിൽക്കുന്ന ഏത് കടുങ്കെട്ട് വീണ പ്രശ്നത്തിനും ഏക പരിഹാരം കാൽവറിയിലെ ക്രൂശാണ്. രക്തം ചിന്തി മരിച്ച നിരവധി ആളുകൾ ഇവിടെയുണ്ട്. മഹാത്മാഗാന്ധി ചോരയിൽ കുളിച്ചു മരിച്ചു. ഇന്ദിരാഗാന്ധി രക്തത്തിൽ കുളിച്ചു മരിച്ചു. എബ്രഹാം ലിങ്കൻ അവന്റെ ചട്ടിയിൽ വേകുന്ന ഭക്ഷണം അവന്റെ കൈകൊണ്ട് വാരിക്കഴിക്കാൻ മാത്രം അനുവദിക്കൂ എന്ന് പറഞ്ഞ് കറുത്ത വർഗക്കാർക്ക് വേണ്ടി പോരാടി എബ്രഹാം ലിങ്കൻ രക്തത്തിൽ കുളിച്ചു മരിച്ചു. മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി രക്തത്തിൽ കുളിച്ചു മരിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, മഹാത്മാഗാന്ധിയുടെ മരണം, എബ്രഹാം ലിങ്കന്റെ മരണം, ഇതൊന്നും ഞങ്ങളുടെ പ്രസംഗ വിഷയമല്ല. എന്നാൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ ഒരുവൻ ഒരു പെരുവഴിയോരത്ത് തലയോടിടത്തിന്റെ ഉച്ചിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ചോരയിൽ കുളിച്ചു മരിച്ചു. ആ മരണം ഞങ്ങൾ പ്രസംഗിക്കാൻ കാരണം, ഈ തിരുനക്കര മൈതാനത്ത് ഞങ്ങളെ ക്രൂശ് ഉയർത്താൻ കാരണം, ഏത് കൊടിയ ന്യായവിധിയും അഴിക്കാൻ യേശുവിന്റെ ക്രൂശിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് വീഴുന്ന യഹൂദൻ അവന്റെ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അങ്ങ് ദൂരെ ഉയർന്നിൽക്കുന്ന പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ അവന്റെ സിരകളിൽ വ്യാപരിക്കുന്ന പാമ്പിന്റെ വിഷം മാറ്റി അവന് രോഗശാന്തി പകരാൻ ആ പിച്ചള സർപ്പത്തിന് ശക്തിയുണ്ടെങ്കിൽ, ഇന്ന് രാത്രി തിരുനക്കര മൈതാനത്ത് നിന്ന് ന്യായവിധിയാൽ ബന്ധിക്കപ്പെട്ട നിന്റെ വീട് കണ്ണുകൾ ഉയർത്തി ക്രൂശിലേക്ക് നോക്കിയാൽ നിത്യജീവൻ മാത്രമല്ല രോഗശാന്തിയും പകരാൻ ഈ രാത്രി ക്രൂശിന് ഇവിടെ ശക്തിയുണ്ട്. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ ആ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന എത്ര വ്യക്തികൾ ഇവിടെയുണ്ട്. നിന്റെ വിഷയത്തിന്മേൽ വിടുതൽ പകരാൻ യേശുവിന്റെ കരം ഈ രാത്രി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു.
എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം. എത്ര വ്യക്തികൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ രാത്രി പറയട്ടെ, യേശുവിനെ വിടുവിപ്പാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ഇന്ന് രാത്രി അവന്റെ കരം നിനക്കായി ഉയർന്നിൽക്കുന്ന രാത്രി. നിന്റെ പ്രതിസന്ധികളെ തൊടാൻ യേശുവിന്റെ കരത്തിന് ഈ രാത്രി ഇവിടെ ശക്തിയുണ്ട്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട മേഖലയിൽ യേശുവിന്റെ കരം ഈ രാത്രി നിനക്കായി വിടുവിക്കുന്ന രാത്രിയാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു ജോലി കഴിഞ്ഞ്, നേഴ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സഹോദരി വഴിയൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ എതിർവശത്തൂടെ വന്ന വണ്ടി ഇടിച്ചു തെറിപ്പിച്ച് 18ലധികം ഒടിവുകളോടുകൂടെ തിരിച്ച് ആശുപത്രിയിലെത്തിച്ച് അവളെ ഓപ്പറേറ്റ് ചെയ്ത് കേരളത്തിലേക്ക് അയച്ച വേള ചെന്നിയുടെ ഭാഗത്ത് അനുഭവിച്ച കൊടിയ തലവേദനയിൽ തലയ്ക്ക് ചുറ്റും വലിച്ചു കെട്ടിയിട്ട് ജനലഴികളിൽ തൂങ്ങി നിന്ന് വലിക്കുന്ന രംഗം കൊടിയ വേദനയാൽ അവൾ അയ്യം വിളിക്കുമ്പോൾ, അന്ന് നടന്നൊരു സുവിശേഷ യോഗം കേൾക്കാൻ ഭർത്താവിനോടൊപ്പം ഗ്രൗണ്ടിലെത്തിയ സഹോദരി അവൾ ആ വചനം ഇങ്ങനെ കേട്ടു: നിന്റെ ഏത് പ്രശ്നത്തിന് പരിഹാരം കാൽവറിയിലെ ക്രൂശ്. കൈവച്ച് പ്രാർത്ഥിക്ക്, യേശുവിന്റെ കരം വിടുതലിനായി ചലിക്കും. അവൾ കൈവച്ച് പറഞ്ഞു, അവന്റെ അടിപ്പിണരികളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കാൻ തുടങ്ങുമ്പോൾ വിശ്വാസത്താൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ന്യായവിധിക്ക് വിധേയമായ നിന്റെ വീടിനെ വിടുവിപ്പാൻ യേശുവിന്റെ കരം തിരുനക്കര ഗ്രൗണ്ടിൽ ചലിക്കുന്നു. ഈ യോഗത്തിന് നടുവിൽ തന്നെ ആ കരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അവൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ഇത് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. രാത്രി അവൾ കിടന്നുറങ്ങും അളവിൽ അറിയാതെ ചെന്നി ചൊറിയാൻ തുടങ്ങി. സ്റ്റിച്ചുള്ള പാടിന്റെ ഭാഗത്ത് രാത്രിയിൽ അറിയാതെ കൈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോര ഒഴുകുന്നത് പോലെ കയ്യിൽ എന്തോ ഒന്ന് തടയുന്നു. എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഗ്ലാസ് കഷണം. അവൾ ആ ഗ്ലാസ് കഷണം പുറത്ത് കയ്യിലെടുത്തു. ഞാൻ പറയട്ടെ, 18 കൊല്ലം മുൻപ് ഒരു ആക്സിഡന്റിൽ തലയ്ക്കകത്ത് കയറിപ്പോയ ഗ്ലാസ് കഷണത്തെ കത്തി തൊടാതെ പുറത്ത് കൊണ്ടുവന്ന ശസ്ത്രക്രിയാ വിദഗ്ധൻ ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അവന്റെ കരം ഈ രാത്രിയും ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് രാത്രി ഒരു ദൈവിക വിടുതൽ വേണം എന്ന് കൊതിക്കുന്ന എത്ര വ്യക്തികൾ ഇവിടെയുണ്ട്. ഞാൻ ഈ രാത്രിയെ വാക്യം ഉദ്ധരിക്കും മുൻപ് നിങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് രാത്രി ഈ വചനത്തിലൂടെ ഈ പട്ടണത്തോടും ഈ വിടുതലിന്റെ സന്ദേശത്തിലൂടെ ഈ കേൾവിക്കാരോട് സംസാരിക്കുന്നു. കുഞ്ഞേ, ഇതിന് മുകളിൽ പ്രപഞ്ച ചക്രവർത്തിയുടെ കരം ചലിക്കുന്നു. അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. മയാമിയിൽ ദുരന്തം സംഭവിച്ചാലും, ഒഹോലിയൻ മേഖല കത്തിജ്വലിച്ചാലും, ഒറീസയുടെ മണ്ണ് ന്യായവിധിക്ക് വിധേയമായാലും, അമേരിക്കൻ മണ്ണിൽ കൊടുങ്കാറ്റടിച്ചാലും, ഭൂകമ്പത്തിന്റെ തീവ്രത ഉയർന്നാലും എന്റെ ദൈവത്തിന്റെ കരം അനുവദിക്കാതെ ഇവിടെ ഇല അനങ്ങില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ഇതിന് മുകളിൽ ഒരു സൃഷ്ടിതാവുണ്ട്. അവന്റെ കരം ഇതിന് പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശം, നിന്റെ ഏത് ന്യായവിധിയിൽ നിന്നെ വിടുവിപ്പാൻ യേശുവിന്റെ കരം ഈ രാത്രി ഗ്രൗണ്ടിൽ ചലിക്കുന്നു. എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം. ഒരു ദൈവിക വിടുതലിനായി എന്റെ ഉള്ളം കൊതിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ ആ നെഞ്ചോട് കരങ്ങൾ ചേർത്ത് വെച്ച് ഒരു നിമിഷം ദൈവസ്ഥലെ പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ നിന്റെ തകർന്നുടഞ്ഞ ഹൃദയത്തിന്, നിന്റെ നനയുന്ന കണ്ണുകൾക്ക്, നിന്റെ ഉയരുന്ന ചോദ്യങ്ങൾക്ക്, നിന്റെ ഉള്ളിലെ നെടുവീർപ്പുകൾക്ക് ഈ അവസാന കുത്തിടും മുൻപ് ഈ യോഗത്തിന് നടുവിൽ വിടുതൽ പകരാൻ യേശുവിന്റെ കരം ഉയരുമ്പോൾ എനിക്ക് പ്രാർത്ഥന വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ആ വലത് കരം ഉയർത്തിപ്പിടിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രാത്രിയെ കരമുയർത്തിയ വ്യക്തികൾക്കായി ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാരും ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പട്ടണത്തിന്റെ വിവിധ പരിതസ്ഥിതികളിൽ, ഈ കോമ്പൗണ്ടിന്റെ വിവിധ കോണുകളിൽ ഒരു നിഴൽ പോലെ മാത്രമേ ഞങ്ങൾ നിങ്ങളെ കാണുന്നുള്ളെങ്കിലും ആ ഉയർന്നു നിൽക്കുന്ന ദ്രവത്വമുള്ള കരങ്ങളുടെ മേൽ യേശുവിന്റെ തേജസ്സിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങിപ്പിടിക്കുന്ന രാത്രിയാ സുഹൃത്തെ. ഒരു ദൈവദാസൻ ഇങ്ങനെ കുറിച്ചു: വൃക്ഷത്തിൽ നിന്ന് കൊമ്പുകൾ മുറിഞ്ഞു വീഴാം, ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ വിഭജിക്കപ്പെട്ടു പോകാം, മപ്പനിൽ നിന്ന് മക്കൾ വഴിതെറ്റിപ്പോകാം, ശരീരത്തിൽ നിന്ന് ആരോഗ്യം ക്ഷയിച്ചു പോകാം, ഇടയിൽ നാടുകൾ കൈവിട്ടു പോകാം.
എന്നാൽ യേശുവിന്റെ കൈകളിൽ കൊടുക്കാൻ നിന്റെ കൈകൾ തയ്യാറായാൽ ആ കൈകളെ തകർക്കാൻ ഒരിരുട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. ഈ രാത്രിയെ കരം ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബലഹീനമായ കരത്തിന്മേൽ ഇതാ ഒരു ദ്രവത്വമില്ലാത്ത കരം ഈ കോമ്പൗണ്ടിൽ ഇറങ്ങിപ്പിടിക്കുന്ന രാത്രിയാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ നിങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ആ കരം ഉയർത്തിയവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന രാത്രിയാണ്. വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാരെ ദയവായി എഴുന്നേറ്റ് ഈ സദസ്സിൽ കരമുയർത്തി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങൾക്ക് നേരെ നമുക്കിന്ന് രാത്രി കരമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഈ രാത്രി എന്റെ മുന്നിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ബലഹീനനായ എന്റെ കരമല്ല ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. മോശയുടെ ദ്രവത്വമുള്ള കരം കടലിന് നേരെ നീണ്ടിരിക്കുമ്പോൾ മഹാദൈവത്തിന്റെ ബലമുള്ള കരം കടലിന്മേൽ ഇറങ്ങി വന്ന് അതിനെ 2ആയി മുറിച്ചെങ്കിൽ ഒരുപറ്റം അഭിഷിക്തന്മാർ ഈ വേദിയിൽ നിന്ന് തിരുനക്കര ഗ്രൗണ്ടിൽ വിശ്വാസത്തോടെ കരമുയർത്തി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരം ഇവർക്കായി വിടുതലിനായി ക്രിയ നടത്തുന്ന രാത്രിയായിരിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാര ശക്തിയുടെ തലയെ കാൽവറിയിൽ തകർത്ത നസ്രയനായ യേശുവിൻ നാമത്തിൽ ആവശ്യഭാരങ്ങളോടെ കരമുയർത്തി നിൽക്കുന്ന ഈ ജനതയുടെ നടുവിൽ ദൈവിക വിടുതൽ വ്യാപരിപ്പാൻ ഈ സദസ്സിനെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ ഈ കരങ്ങളുടെ മേൽ ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ കരം ഇറങ്ങിപ്പിടിക്കട്ടെ. അടയാളത്തോടെ ഒരു ദൈവപ്രവൃത്തി ഈ കരങ്ങൾക്കായി ഇന്ന് രാത്രി തന്നെ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. അത്യുന്നതനായവൻ മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു. മറക്കരുതേ സുഹൃത്തെ, ഇതിന്റെ പുറകിൽ തിരശീലയ്ക്ക് പുറകിൽ എന്നതുപോലെ മഹാദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഈ രാത്രിയിൽ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും ശാന്തമായി കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തെ എത്ര ഇത്ര സ്നേഹത്തെ എത്ര തള്ളിന ഈ മഹാ പാപത്തെ ദൈവമേ അനുതാപത്തിന്റെ തമ്പുരാനിലേക്ക് തീരുന്ന നല്ല നിമിഷങ്ങളായി തീരട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വരികളാണ്. ചേർന്ന് പറഞ്ഞാട്ട് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ
വന്നാലും ഓ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ഇന്ന് ഈ ശബ്ദം ആദ്യമായി കേൾക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രവിക്കുന്നെങ്കിൽ ഞങ്ങളോട് ചേർന്ന് ഇങ്ങനെ പറയാമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? ദൈവത്തിൽ പൈതലാ ജീവിക്കും ഞാനിനി. എത്ര പേര് ഞങ്ങളോട് ചേർന്ന് പറയും? ദൈവത്തിൽ പൈതലാ ജീവിക്കും ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് 10-20 വർഷമായി കാണും. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, കർത്താവേ കാണുന്ന ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ പേരാ ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കാ ചാകുന്നു. അതുകൊണ്ട് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും ഈ നല്ല